ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭാര്യയും ഭർത്താവും അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ എന്താ ഇപ്പൊ ഇത്ര തെറ്റ്? അതിലൊരു തെറ്റുമില്ല, അത് നല്ലത് തന്നെയാ. ഭർത്താവ് ഭാര്യയുടെ അഭിപ്രായങ്ങൾക്ക് ഒരു പരിഗണന തന്ന ഉടനെ അവരെ പെൺകോന്തന്മാരെന്ന് വിളിച്ച് തരം താഴ്ത്തുന്ന രീതിയൊക്കെ പഴയ ചിന്താഗതിയും കാഴ്ചപ്പാടും മനസ്സിലുള്ളവരുടെ പ്രശ്നങ്ങളാ. ചേച്ചി അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ആര് പറഞ്ഞാലും ഒന്നും കേൾക്കാതെ എല്ലാം സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന ആളായിരുന്നു പൃഥ്വി. അതുകൊണ്ട് അവൻ അഷിതയോട് അങ്ങനെ ചോദിക്കുന്നത് കേട്ടപ്പോ ചേച്ചി അവനെ കളിയാക്കിയതാ. അങ്ങനെ SP പറഞ്ഞിട്ട് ഞാൻ മന്ദാകിനിയെ കൊലക്കേസ് അന്വേഷിക്കാൻ വയനാട്ടിലെ മേപ്പാടി വരെ ഒന്ന് പോയി. അവിടെ ഏതാണ്ട് ഒരു 6 മാസം താമസിച്ചു. ഞാൻ രാവിലെ ഒരു 5-5:30 ആകുമ്പോൾ എണീറ്റു. എന്നിട്ട് നേരെ എവിടെ പോകണമെന്നറിയാമോ? അവിടുത്തെ ജംഗ്ഷനിൽ അവിടെ ഒരു ചായക്കട. ആ ചായക്കട പോയിട്ട് അവിടെ ചായ കുടിക്കാൻ വരുന്നില്ല, അവരുമായിട്ട് എല്ലാം സംസാരിച്ച് വിവരങ്ങളെല്ലാം തിരക്കും. അത് കഴിഞ്ഞൊരു 10-10:15 നേരെ അവിടെ വിടും. എവിടെ? ബാർബർ ഷാപ്പില്. സംഭവം എന്താണെന്നറിയാമോ? ഈ ലോക്കൽ ന്യൂസ് ഒക്കെ പിടിക്കാൻ പറ്റിയ സ്ഥലം ഇതൊക്കെയാണെന്ന്. ഏത്? ഞാൻ അവിടെ താമസിച്ച സമയം കൊണ്ട് ഏതാണ്ട് 4-5 മോഷണ കേസിനും 4 കൊലക്കേസിനും തുമ്പുണ്ടാക്കി. അറിയോ? അപ്പോ മന്ദാകിനി? അതല്ലേ രസം. അവളെ പുലി പിടിച്ചതാണെന്ന്. പാവം, അന്നത്തെ എസ്ഐയുടെ കയ്യിൽ നിന്ന് അവളെ ഭർത്താവിന് ഇടി കിട്ടിയത് മിച്ചം. അല്ല, ദുർഗമോളല്ലേ അത്? ഇന്നെന്താ കടയിൽ പോയോ? ആ, അബി പോയി കൊറേ സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നതാ. അത് പോരാന്ന് ചെറിയമ്മ പറഞ്ഞു. അതാ പിന്നെ ഞാൻ ഇറങ്ങി. ആ തള്ളക്ക് പ്രാന്താണ്. ഇതൊന്നും വേണ്ടിട്ടൊന്നുമല്ല, ചുമ്മാ ദുർഗമോളൊന്ന് നടത്തിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്ലാനൊക്കെ ചെയ്യുന്നത്. അങ്ങനെയല്ല കുട്ടേട്ടാ, ഇന്ന് പൃഥ്വി അഷിതയും വിരുന്നിന് വരുന്ന ദിവസല്ലേ. ഒന്നിനും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വാങ്ങാൻ പറഞ്ഞു വിട്ടതാ. അല്ല, എന്തോന്നത്? മട്ടൻ ഉണ്ട്, പിന്നെ കുറച്ച് മസാലകളും മറ്റുമൊക്കെയാ. ഇനി ഇതെല്ലാം താൻ തന്നെ പ്രിപ്പയർ ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കൂട്ടം പറഞ്ഞുതരാം. കറി റെഡിയായി കഴിഞ്ഞ് അവനില്ലേ ആ പൃഥ്വി, അവനുള്ളത് മാത്രം മാറ്റി വെക്കണം. അതിൽ കുറച്ച് വിമ്മിട്ട് കലക്കി സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ് അവനെ കഴിപ്പിക്കണം. അവസാനം അവന്റെ വയറ് കലങ്ങി പിടി വിട്ട് വരുന്ന സമയത്ത് നമ്മൾ നൈസായിട്ട് പോയി ബാത്റൂം ലോക്ക് ചെയ്ത് കീ അങ്ങ് മാറ്റി വെക്കണം. അയ്യേ, അതെന്തിനാ? നമ്മൾ അന്വേഷിക്കുന്ന മേനോനി എക്സും ആരാണെന്ന് പറഞ്ഞാലേ കീ തരുള്ളൂ പറയണം. എന്നിട്ടെന്ത്? എക്സും വൈയും ഇസോട്ട് ആരാണെന്ന് പറഞ്ഞിട്ട് കീ മാച്ചോണ്ട് ഓടുന്നത് നമുക്ക് കാണാം. കൊള്ളാം. ഇങ്ങനെയാണ് കുട്ടേട്ടൻ അപ്പൊ കേസ് തെളിയിക്കുന്നതല്ലേ? നല്ല ഇൻട്രോഗേഷൻ. സ്കോട്ടിഷ് പോലീസ് പോലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. അതാരി? വേൾഡിലെ ബെസ്റ്റ് പോലീസ് അവരാണെന്നാ പറയുന്നത്. യാദവൻ പറഞ്ഞത്. അവനെ വിളിച്ചോണ്ട് വാ. ലോകത്തിലെ ഏറ്റവും നല്ല പോലീസ് കേരള പോലീസ് തന്നെ. ആ, അത് കഴിഞ്ഞേ ഉള്ളൂ, ബാക്കിയല്ല. വാ, നിങ്ങൾ വാ. പിന്നെ അല്ലാതെ പൃഥ്വി എവിടെ പോയി? പുറത്തേക്ക് എവിടെങ്കിലും പോയോ? ഇല്ല, ഇന്ന് ഞാൻ ഫ്രീ അല്ല. നാളെ നോക്കാം. ശരി, നാളെ വിളിക്കാം. ബൈ. ഇന്ന് വേറെ വല്ല തിരക്കും ഉണ്ടായിരുന്നോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പോ ഫ്രീ അല്ല, നാളെ നോക്കാന്നൊക്കെ പറഞ്ഞതോ? അതിപ്പോ വിളിച്ചിട്ട് ഒരു മീറ്റിംഗിന് എന്റെ അവൈലബിലിറ്റി ചോദിച്ചതാ. ഇന്ന് വേറൊരു പ്രോഗ്രാമും ഉണ്ടാവില്ല. ഫുൾ ഡേ തനിക്ക് മാത്രമാണെന്ന് പറഞ്ഞല്ലേ. സോ പറ്റില്ല എന്ന് പറഞ്ഞു. അയ്യോ, അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? അത്യാവശ്യമുള്ളതായിരുന്നെങ്കിൽ മാറ്റിവെക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞു കിട്ടുന്ന സമയത്ത് നമുക്കൊന്ന് പോയിട്ട് വന്നാ മതിയായിരുന്നല്ലോ. ഹേയ്, അത് ശരിയാവില്ല. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് തന്റെ വീട്ടിലേക്ക് പോവല്ലേ. അപ്പൊ തോന്നിയ സമയത്ത് ചെന്ന് കേറിയിട്ട് എനിക്ക് തിരക്കാണെന്നൊക്കെ പറഞ്ഞാ തന്റെ വീട്ടിലുള്ളവർക്കൊക്കെ വിഷമാവും. അതെന്തായാലും വേണ്ട. എന്നാ നമുക്ക് പോവാം. അതെ, നിങ്ങൾ ഇറങ്ങുവാണോ? അതെ. എല്ലാവർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തല്ലോ അല്ലേ? എടുത്തു. അവിടെ ഇങ്ങോട്ട് വന്നപ്പോ അവരൊരുപാട് ഗിഫ്റ്റും സാധനങ്ങളും ഒക്കെ കൊണ്ടു തന്നതല്ലേ. അതുകൊണ്ട് നമ്മളും എല്ലാം കൃത്യമായി കൊടുക്കണം. അല്ലെങ്കിൽ അതിന്റെ മോശം ഇന്ദ്രപ്രസ്ഥം കുടുംബത്തിനല്ലേ. അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല അമ്മേ. ഞങ്ങളിപ്പോ ഒന്നിച്ച് ആദ്യമായിട്ട് അശ്വതിയുടെ വീട്ടിലേക്ക് പോകുന്നതല്ലേ. അപ്പോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ടേ? അങ്ങനെ ഒരു ചിന്ത എല്ലാവർക്കും വേണം. അല്ലാതെ ഇങ്ങോട്ട് വന്നപ്പോ ആർക്കും വേണ്ടാത്ത അച്ചപ്പവും കുഴലപ്പവും കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. ചേച്ചിയുടെ സങ്കടം കൊണ്ട് പറയുന്നതാ. നിങ്ങളിപ്പോ ചെല്ലുമ്പോ ഗിഫ്റ്റ് കൊണ്ട് ചെല്ലുമെന്ന് അവര് പ്രതീക്ഷിക്കില്ലേ? അതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമെന്ന് ചേച്ചി ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഇവിടുന്ന് ഇപ്പൊ ഗിഫ്റ്റ് കൊണ്ടുപോകണമെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല.
പിന്നെ പൂർണിമ ചേച്ചി വാങ്ങിച്ചോണ്ട് വന്നത് കൊണ്ടുപോകുന്നേ ഉള്ളൂ. ആ അവൾക്ക് എവിടെ എന്ത് ചെയ്താൽ ആളാവണമെന്ന് അറിയാം. അതിനുവേണ്ടി ചെയ്യുന്നത് ഇതൊക്കെ. അല്ലാതെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഇങ്ങോട്ട് വന്നപ്പോഴും പൂർണിമ ഗിഫ്റ്റ് വാങ്ങി അവിടെ കൊടുത്തിട്ട് അവിടുന്ന് കൊണ്ടുവരുന്ന പോലെ ഏൽപ്പിക്കാറുന്നല്ലോ. കല്യാണം നടത്തിയതുവരെ ആ രീതിയിലല്ലേ? അമ്മയ്ക്കിപ്പോ എന്താ പ്രശ്നം? എനിക്കിപ്പോ ഒരു പ്രശ്നമില്ല. നിങ്ങൾ പോയിട്ട് വാ. ഈ ഗിഫ്റ്റ് എല്ലാം കൊണ്ടുവന്നതിന്റെ കൂടെ അവിടുന്ന് കൊണ്ടുവന്ന സമ്മാനങ്ങളും കൂടി തിരിച്ചു കൊണ്ടുവയ്ക്കോ. ഇവിടെ ഇരുന്നാലും അതൊന്നും ആരും കഴിച്ചു തീർക്കാൻ പോകുന്നില്ല. അവിടെ കൊണ്ടുപോയാ അത് കളയേണ്ടി വരില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അതൊന്നും വേണ്ട അമ്മ. അവിടുന്ന് കൊണ്ടുവന്നൊക്കെ ഇവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഇറങ്ങാടോ. എപ്പോ തിരിച്ചു വരും? നമ്മള് എപ്പോഴാണോ തിരിച്ചു വരുന്നത്? വൈകിട്ടാവുമായിരിക്കും. ഹോ, കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും ആയില്ല. അതിനു മുൻപേ കാര്യങ്ങളൊക്കെ ഭാര്യയുടെ തീരുമാനത്തിലായോ? ബെസ്റ്റ്. ഇത്ര വലിയ പെൺകോന്തനായി പോയോടാ. ഭാര്യയും ഭർത്താവും അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നതില് എന്താ ഇപ്പൊ ഇത്ര തെറ്റ്? അതിലൊരു തെറ്റുമില്ല. അത് നല്ലത് തന്നെയാ. ഭർത്താവ് ഭാര്യയുടെ അഭിപ്രായങ്ങൾക്കൊരു പരിഗണന തന്ന ഉടനെ അവരെ പെൺകോന്തന്മാരെന്ന് വിളിച്ച് തരം താഴ്ത്തുന്ന രീതിയൊക്കെ പഴയ ചിന്താഗതിയും കാഴ്ചപ്പാടും മനസ്സിലുള്ളവരുടെ പ്രശ്നങ്ങളാ. ചേച്ചി അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ആര് പറഞ്ഞാലും ഒന്നും കേൾക്കാതെ എല്ലാം സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന ആളായിരുന്നു പൃഥ്വി. അതുകൊണ്ട് അവൻ അഷിതയോട് അങ്ങനെ ചോദിക്കുന്നത് കേട്ടപ്പോ ചേച്ചി അവനെ കളിയാക്കിയതാ. നിങ്ങൾ ഇനി വെറുതെ ഇവിടെ ഒന്ന് സമയം കളയണ്ട, പോയിട്ട് വാ. നമുക്കിറങ്ങാം. ഇറങ്ങാം. മോളെ, അപ്പച്ചി നിങ്ങൾ വൈകിയോ? എത്ര നേരമായി ഞങ്ങളിവിടെ കാത്തിരിക്കുന്നു. ആണോ? അതെ, കാത്തിരുന്ന് മടുത്തു. നിങ്ങൾ എന്താ വൈകിയത്? ഞങ്ങളതിന് വൈകിയൊന്നുമില്ല. അത് അമ്മയ്ക്കും അപ്പച്ചിക്കും വെറുതെ തോന്നുന്നതാ. അശി, ഞങ്ങൾ രാവിലെ മുതൽ നിങ്ങൾ കാത്തിരിക്കായിരുന്നു. സുഖാണോളി? സുഖം. ഹായ്. ആ, നിങ്ങൾ ഇങ്ങനെ വാതിക്കൽ നിർത്തി സംസാരിക്കാതെ അകത്തോട്ട് കൂട്ടിട്ട് വാ. വാ മോനെ. അയ്യോ, മക്കളെ കണ്ട സന്തോഷത്തിൽ സംസാരിച്ചു നിന്നതാ. വാ, കേറി വാ രണ്ടുപേരും. വാ.